പുഷ്പദന്ത, പ്രഭു എത്തിയിരിക്കുന്നു. മാതാവിന്റെ കാളി സ്വരൂപത്തിലെ ക്രോധം ഇപ്പോൾ ശാന്തമാകും പുഷ്പദന്ത. പക്ഷേ പ്രഭുവിന് ഓർമ്മ നഷ്ടമായിരിക്കുകയല്ലേ? ഇനി എന്ത് സംഭവിക്കും പുഷ്പദന്ത? പ്രഭുവിന്റെ ഓർമ്മ തിരികെ വന്നില്ലെങ്കിൽ മാതാവിന്റെ കാളി സ്വരൂപത്തെ ശാന്തമാക്കുക അസംഭവ്യമാണ്. സഹോദരി ലക്ഷ്മി, എല്ലാം സംശയത്തിലാണ് സഹോദരി സരസ്വതി. ഇനി എന്താ സംഭവിക്കുക എന്ന് അറിയില്ല. മാതാവ് കാളി ശാന്തയായി. നമ്മുടെ പ്രഭുവിനെ മാതാവ് കാളി തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പ്രപഞ്ചം നേരിടേണ്ടിയിരുന്ന ദുരന്തം ഒഴിവായിരിക്കുകയാണ്. അതേ സഹോദരി സരസ്വതി, ഇനി സാക്ഷാൽ മഹാദേവനും കാളിയുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയണം. അങ്ങനെ പരീക്ഷണങ്ങളെല്ലാം ഇവിടെ അവസാനിക്കേണ്ടതാണ്. മഹാദേവ
ഈ കൂടിക്കാഴ്ച നിശ്ചയിക്കപ്പെട്ടതാണ്. മഹാദേവന്റെ ഓർമ്മകളെ ഉറപ്പായും ഇത് തിരികെ കൊണ്ടുവരും. അതേ സഹോദരി, ഇനി എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്ന സൂചനകളാണ് കാണുന്നത്. എന്താണ് നോക്കുന്നത്? അങ്ങേക്ക് അങ്ങയുടെ പാർവതിയെ തിരിച്ചറിയാനാകുന്നില്ലേ? ക്ഷമിക്കണം ദേവി. അങ്ങേക്ക് നമ്മുടെ ഈ രൂപം ഓർമ്മയില്ലേ? ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ രൂപം അത്ര ഭയാനകമായിരുന്നു. ക്രോധം ഒരാളുടെ രൂപത്തെ മോശമാക്കി തീർക്കും ദേവി. ബുദ്ധി, വിവേകം, രൂപം, സർവ്വതിനെയും. ഇനി അവിടുന്ന് കോപിക്കാതിരിക്കൂ ദേവി. അങ്ങേക്ക് നമ്മുടെ ആ രൂപം ഓർമ്മയിലുണ്ട്. എന്നാൽ ഈ രൂപം അതിസുന്ദരമാണ്. പക്ഷേ അവിടുന്ന് ആരോടാണ് കോപിച്ചത് ദേവി? നമ്മോട് തന്നെ. കാരണം മഹാദേവ, അങ്ങ് നമ്മെ വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. കാളി രൂപത്തിന്റെ ക്രോധത്തെ ശമിപ്പിച്ചിരിക്കുകയാണ്. നാമോ? അതെ മഹാദേവ, അങ്ങ് തന്നെ. എല്ലാവർക്കും അറിയുന്നതാണ്, കാളിയുടെ ക്രോധത്തെ ശമിപ്പിക്കാൻ മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. അവിടെ നിന്ന് നമ്മുടെ മഹാദേവനാണ്. ഈ സത്യം അങ്ങേക്ക് നന്നായി അറിയുന്നതാണ്. പറഞ്ഞാലും നമ്മെ അറിയില്ല എന്നുണ്ടോ? സ്വയം ആരാണെന്ന് അറിയില്ല എന്നുണ്ടോ? നാം ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്. നാം മാതാ അനസൂയയുടെ പുത്രൻ ശിവയാണ്. പക്ഷേ അവിടുന്ന് ആരാണെന്ന് നമുക്കറിയില്ല ദേവി. മതിയാക്കൂ മഹാദേവ, മതിയാക്കൂ. ഇനി നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് കൂടുതൽ മുറിവേൽപ്പിക്കാതിരിക്കും. അങ്ങയുടെ ഈ പരീക്ഷണത്തെ അങ്ങയുടെ ഗിരിജയ്ക്ക് ഇനി സഹിക്കാനാവുന്നില്ല മഹാദേവ, സഹിക്കാനാവുന്നില്ല. തിരികെ വരൂ മഹാദേവ, യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ വരൂ. കൈലാസത്തിൽ എല്ലാവരും അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരികെ വന്നാലും മഹാദേവ. കരയാതിരിക്കൂ ദേവി. കണ്ണുനീർ തുടച്ചാലും കണ്ണുനീർ ബലഹീനതയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ശക്തി പക്ഷെ അങ്ങാണല്ലോ. അങ്ങില്ലാതെ നാം ശക്തിയാകുന്നത് എങ്ങനെയാണ്?
അടുക്കലേക്ക് വന്നാലും മഹാദേവ, അങ്ങയുടെ ഗിരിജയുടെ അടുക്കലേക്ക്, അങ്ങയുടെ കൈലാസത്തിലേക്ക് വന്നാലും മഹാദേവ. അമ്മേ, ഈ ദേവി നമ്മെ കൈലാസത്തിലേക്ക് എന്തിനാണ് വിളിക്കുന്നത്? നമ്മെ ഇവർക്ക് മുൻപേ പരിചയമുണ്ടോ? മറ്റാരോടും ചോദിക്കണ്ട, സ്വയം ചോദിച്ചാലും. നമ്മോട് ക്ഷമിച്ചാലും. നമുക്ക് അവിടുത്തെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാകാത്തതാണോ അതോ അതിനെ ശ്രമിക്കാത്തതാണോ? അവിടത്തേക്ക് നമ്മുടെ കാളി രൂപത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കാനാകുമെങ്കിൽ പിന്നെ അവിടുന്ന് എങ്ങനെയാണ് പറയുന്നത് നാം അങ്ങയുടെ സ്മരണയിൽ ഇല്ല എന്ന് മഹാദേവ? നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലും മഹാദേവ, അങ്ങേക്ക് എല്ലാം ഓർമ്മയില്ലേ? പറഞ്ഞാലും പറഞ്ഞാലും ഓർമ്മയില്ലേ മഹാദേവ? മതിയാക്കിയാലും ദേവി പാർവതി, മതിയാക്കിയാലും. നമ്മുടെ പുത്രൻ ഭയപ്പെടുകയാണ്. ഇവനെ കൂടുതൽ ഭയപ്പെടുത്താതിരിക്കൂ. മതിയാക്കൂ. അവിടുന്ന് നമ്മുടെയും നമ്മുടെ ശിവന്റെയും മധ്യത്തിലേക്ക് വരേണ്ടതില്ല. ഇത് അവിടുത്തെ പുത്രനല്ല, ഇതവിടുത്തെ ഭ്രമമാണ്. ഭ്രമം എപ്പോഴും ദുഃഖത്തിന് കാരണമാകുന്നതാണ്. അവിടുന്ന് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ആ ദുർഘടമായ സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ ത്രിദേവന്മാരെ അവിടുത്തെ പുത്രന്മാരായി ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. പിന്നെ നമ്മുടെ ശിവനെ ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. അവസരങ്ങൾ മുതലെടുക്കുന്നതിനെ കുറിച്ച് അവിടത്തെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ക്ഷമിച്ചാലും ദേവി പാർവതി, മഹാസതി അനസൂയ ഒരു അവസരവാദിയല്ല. അവിടുന്ന് അവസരവാദി അല്ലല്ലേ? പിന്നെ എന്തുകൊണ്ട് ത്രിദേവന്മാരെ അവിടുത്തെ മാതൃത്വ ബന്ധനത്തിൽ നിന്നും മുക്തരാക്കുന്നില്ല? പ്രപഞ്ച സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ അവരെ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അവിടുന്ന്? സ്വന്തം പിടിവാശിയും സ്വന്തം അഹങ്കാരവും കൊണ്ട് പ്രപഞ്ചത്തെ ദുരന്തത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അവിടുന്ന്. നാം ഇനിയും അത് അനുവദിച്ചു തരില്ല. അവിടുത്തെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് ദേവി. ശിവൻ ബാലരൂപത്തിലായ ആ ദിവസം അവിടുന്നും അവിടെ വന്നിരുന്നതാണ്. പക്ഷെ ശിവൻ നമ്മുടെ മാതൃത്വത്തെ സ്വീകരിച്ചു. അവിടുത്തെ മാതൃത്വം പൂർണ്ണമായല്ലോ. മാത്രമല്ല, നമ്മുടെ ശിവനും മാതൃത്വത്തിന്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞു. ഇതിനും അപ്പുറം എന്താണ് അവശേഷിക്കുന്നത്? നാം അവിടത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ശിവന്റെ മാതാവാണെന്നുള്ള ഭ്രമം അവിടുന്ന് ത്യജിച്ചാലും അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കൂ. ഒരു നിമിഷം ദേവി പാർവതി. ശിവ, പറഞ്ഞാലോ അമ്മേ? ഭവനത്തിലേക്ക് പോകൂ. ഭവനത്തിലേക്ക് പോയി നമ്മെ പ്രതീക്ഷിച്ചിരുന്നാലും. അദ്ദേഹം എങ്ങോട്ടേക്കും പോകില്ല. അങ്ങ് പോകില്ലല്ലോ മഹാദേവ. മാതാവിന്റെ ആജ്ഞയാണ്.
പോയേ മതിയാകൂ. നമുക്ക് നമ്മുടെ മാതാവിന്റെ ആജ്ഞ നിരസിക്കാൻ കഴിയില്ല. പക്ഷെ അവിടുന്ന് കോപിക്കാതെ ഇരുന്നാലും ദേവി നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ അവിടത്തേക്ക് ശാന്തി അനുഭവപ്പെടും. ഇപ്പോൾ നമ്മെ പോകാൻ അനുവദിച്ചാലും മഹാദേവ, ഭ്രമം അവിടത്തേക്കാണ് സംഭവിക്കുന്നത് ദേവി പാർവതി. നാം അവിടുത്തെ ശിവന്റെ മാതാവായത് നിങ്ങളുടെ വിവാഹ ദിനത്തിലാണ്. അവിടുത്തെ മാതാവ് മേനാദേവി ശിവന്റെ മാതാവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മോടാണ് പറഞ്ഞത്. അത് നമ്മുടെ മാതാവ് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ്. അവിടുത്തെ അപൂർണതയെ പൂർണ്ണമാക്കാനുള്ള മാതാവിന്റെ ശ്രമമായിരുന്നു അത്. സർവഗുണ സമ്പന്നയായ ഒരു സ്ത്രീയുടെ കർത്തവ്യം നിർവഹിക്കുകയായിരുന്നു നമ്മുടെ മാതാവ്. പക്ഷെ അവിടുന്ന് മാതാവിന്റെ ഉദാരതയെ യാഥാർത്ഥ്യമായി കണക്കിലെടുത്തു അല്ലേ? പക്ഷെ ഇന്ന് അതേ മാതാവിന്റെയും പുത്രന്റെയും പവിത്ര ബന്ധം യാഥാർത്ഥ്യമായി ദേവി പാർവതി. അതേ ബന്ധം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു. അവിടുന്ന് ഹൃദയഹീനയായ ഒരു സ്ത്രീയാണ്. എത്ര ഹൃദയഹീനയാണ് അവിടുന്ന്. അവിടുത്തെ പൂർണ്ണത പ്രാപ്തമാക്കിയതിനു ശേഷവും അവിടുന്ന് നമ്മുടെ ശിവനെ മുക്തനാക്കുന്നതേയില്ല. ഇനി അവിടുത്തേക്ക് എന്താഗ്രഹമാണ് ശേഷിക്കുന്നത്? പറഞ്ഞാലും, സംശയിക്കാതെ പറഞ്ഞാലും.